ഉപനേതൃ പദവി അടഞ്ഞ അധ്യായമെന്ന പിണറായി വിജയന്റെ പ്രതികരണത്തിന് പിന്നാലെ LDF-ൽ വിവാദ പുകച്ചിൽ. CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ പിണറായി വിജയനെ തുറന്നെതിർത്തു. പിണറായി പറയുന്നത് പോലെയല്ലെന്നും വിഷയം LDF-ൽ ചർച്ച ചെയ്യണമെന്നും PP സുനീർ പ്രതികരിച്ചു. കീഴ്വഴക്കങ്ങൾ മാറണം. PM ശ്രീയിലടക്കം CPI പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നുവെന്നും സുനീർ. ഭരണഘടന പോലും ഭേദഗതി ചെയ്യാൻ ആവശ്യമായ സാഹചര്യമുള്ളപ്പോൾ കീഴ്വഴക്കത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കീഴ്വഴക്കങ്ങളൊക്കെ മാറി മാറി വരാനുള്ളതാണല്ലോ. അതുകൊണ്ട് കീഴ്വഴക്കം എല്ലാ കാലത്തും പിന്തുടരേണ്ട ഒന്നല്ല, അത് മാറേണ്ട സാഹചര്യമുണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇത് CPI ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു പാർട്ടിയല്ല CPI പറഞ്ഞുകൊണ്ടേയിരുന്നത് പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇന്ന് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്ന് അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉപനേതൃസ്ഥാനം CPIക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. CPI പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടായിരുന്നോ? ഈ വിഷയത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റിൽ പങ്കാളികളാകുമ്പോഴും പല വിഷയങ്ങളിലും CPI CPM ചർച്ചയിലും ഇടതുപക്ഷ മുന്നണിക്കകത്തും CPI ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടായിരുന്നോ, അത് പരിശോധിക്കേണ്ടതായിരുന്നോ എന്ന് ഇപ്പോഴെങ്കിലും CPM പാർട്ടി ചർച്ച ചെയ്ത് ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ചർച്ചയിലൂടെ CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കീഴ്വഴക്കത്തെക്കുറിച്ചാണ് പിണറായി സംസാരിച്ചതെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും തമ്മിൽ സൗഹൃദപരമായ ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയ നിലപാടും സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഞങ്ങൾ പൊതുവേ അംഗീകരിച്ച ഒരു സമീപനം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവായി CPIM ആണ് ഉണ്ടായിരുന്നത്, പ്രതിപക്ഷ ഉപനേതാവായിട്ടും CPIM തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ കാര്യം ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് സംബന്ധിച്ചാണ് പിണറായി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും പരിഹരിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമെന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രതികരണം. അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നേതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. ലിവിൻ K വിജയൻ നൽകും വിശദാംശങ്ങൾ. ലിവിൻ, അടഞ്ഞ അധ്യായം കഴിഞ്ഞ അധ്യായം എന്നൊക്കെ പിണറായി പറയുമ്പോൾ അങ്ങനെയല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, അടഞ്ഞിട്ടില്ല എന്നാണല്ലോ PP സുനീർ പറയുന്നത്. ഈ വിവാദ പുകച്ചിൽ ഉടനെയൊന്നും അവസാനിക്കുന്ന മട്ടില്ല. രണ്ടുപേരും CPI അവരുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ. അരുണ്യ, LDF-ൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധികൾക്ക് തന്നെയാണ് CPIയുടെ ഉപനേതൃസ്ഥാനം അല്ലെങ്കിൽ നിയമസഭയിലെ ഉപനേതാവാകണം CPI യോഗ്യരാണ് എന്നുള്ള പറയുന്ന നിലപാട്, അതേ തുടർന്നുണ്ടായ പ്രതികരണങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം LDF-ന്റെ നേതൃയോഗം ഇതുവരെയും ചേർന്നിട്ടില്ല. അത് ചേരാതിരിക്കുന്നതിന് പിന്നിലൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇത്തരത്തിൽ CPIയുടെ ഈ അവകാശവാദം തന്നെയാണ് എന്നുള്ളതാണ്. പലതവണ ബിനോയ് വിശ്വമടക്കം CPIയുടെ മുതിർന്ന നേതാക്കൾ ഇത്തരം ആവശ്യങ്ങൾ പല കുറി മുന്നോട്ട് വെച്ചതാണ്. പരസ്യമായും അല്ലാതെയും LDF വേദികളിലും മറ്റും അറിയിച്ചിട്ടുള്ളതാണ്. LDF നേതാക്കന്മാരെ, പ്രത്യേകിച്ച് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഈ ആവശ്യങ്ങൾ അറിയിക്കുകയും സംസ്ഥാന തലത്തിൽ പ്രധാന നേതാക്കൾ തമ്മിൽ ചർച്ച നടക്കുകയും ചെയ്തതാണ്. പക്ഷേ CPI ഉപനേതൃസ്ഥാനം CPIക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് CPM തുടർന്നു വരുന്നു. അത് ആവർത്തിച്ചുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത്തരത്തിൽ ആ വാർത്തകൾ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത്. എന്നാൽ അതിനെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ രംഗത്ത് വന്നിരിക്കുന്നത്. ആ നിലപാടിൽ നിന്നും തങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. കീഴ്വഴക്കങ്ങളെക്കുറിച്ചാണ് മുൻ മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ ആ കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിമറിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് CPI ആവർത്തിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി പോലും സാധ്യമായ രാജ്യത്ത് ഇത്തരമൊരു കീഴ്വഴക്കത്തിൻ്റെ പേരിൽ CPI അവഗണിക്കുന്ന സമീപനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതികരണവും നടത്തിയിരുന്നു. CPI പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ LDF-ഉം CPM-ഉം ഒക്കെ അത് കേട്ടിരുന്നെങ്കിലോ വഴങ്ങിയിരുന്നെങ്കിലോ അംഗീകരിച്ചിരുന്നെങ്കിലോ ഈ തെരഞ്ഞെടുപ്പ് പരാജയം പോലുള്ള ഇത്രയും വലിയൊരു കനത്ത പരാജയം ഉണ്ടാകില്ലായിരുന്നു. LDF-ന് ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ CPI തിരുത്തലുകൾ പറഞ്ഞിരുന്നു. ആ തിരുത്തലുകളൊക്കെ പൂർണ്ണതോതിൽ അംഗീകരിക്കാൻ CPM-നും CPM നേതാക്കൾക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ള വിമർശനമാണ് പിണറായി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് PP സുനീർ ഉന്നയിച്ചത്. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി ഒരു മൃദുവായ പ്രതികരണമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് CPI-യുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ
ഇനിയും അവസരമുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ ആ വിഷയങ്ങളിൽ ചർച്ചകൾ തുടർന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കീഴ്വഴക്കങ്ങളെക്കുറിച്ചാണ്. നേരത്തെ ഇതുവരെയും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മറ്റൊരു പാർട്ടിക്ക് CPM കൈമാറിയിരുന്നില്ല, അല്ലെങ്കിൽ CPM തന്നെയാണ് അത് തുടർന്നു പോകുന്നതും. പ്രതിപക്ഷ നേതാവും ഉപനേതാവുമൊക്കെ CPM പ്രതിനിധികളായിരുന്നു. ഇത്തരമൊരു കീഴ്വഴക്കത്തെക്കുറിച്ചാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ള അദ്ദേഹം ആ നിലപാട് പറഞ്ഞത് ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് MP ഗോവിന്ദൻ ഇന്ന് നടത്തിയ പ്രതികരണം. ഏതായാലും ചർച്ചകൾ തുടരുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു. CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്നുള്ള നിലപാട് വീണ്ടും ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. ഏതായാലും LDFന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി CPIയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപനേതൃസ്ഥാനം മാറുന്നു. അതൊരു ഏത് നിലയിലായിരിക്കും പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അരുണ്യ. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.